നമസ്കാരം പ്രിയപ്പെട്ടവരെ, എനിക്കറിയാവുന്നൊരു കുട്ടി +2 സയൻസ് ഗ്രൂപ്പ് 95% മാർക്കോടുകൂടി പാസ്സായി. പക്ഷേ ആ കുട്ടിക്ക് ഏത് കോഴ്സിന് പോകണമെന്ന് ഇപ്പോഴും ഒരു തീരുമാനമില്ല. ചിലപ്പോൾ പറയും കൊമേഴ്സ് കഴിഞ്ഞ് പഠിക്കാൻ പോയാലോ, അല്ലെങ്കിൽ CA പോലെ വല്ല കോഴ്സ് ചെയ്താലോ, ചിലപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയാലോ എന്നിങ്ങനെ പല പല തീരുമാനങ്ങളാണ്. അതിനൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവസാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരേണ്ടി വരും. എപ്പോഴും മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇനി മുന്നോട്ട് എന്താ പഠിക്കേണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു 2-3 കോഴ്സ് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അതനുസരിച്ച് തന്നെ സ്ട്രീം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സയൻസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാൻ പറ്റും. പക്ഷേ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സയൻസ് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അങ്ങനെയൊക്കെ ഒരു കോഴ്സിന് പോകാൻ പറ്റില്ല, പല കോഴ്സുകൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രീം എടുക്കുമ്പം തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ട്രീം എടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ +2 പഠിക്കുമ്പോൾ തന്നെ ഇപ്പം എന്ത് കോഴ്സാണ് +2 കഴിഞ്ഞ് എന്തിനാ പോകണമെന്നൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളാണ് നല്ല നല്ല സ്ഥാപനങ്ങൾ. അത് എന്ത് കോഴ്സാണെങ്കിലും, അതിപ്പം നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗ്, അല്ല എഞ്ചിനീയറിങ്ങോ മെഡിസിനോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം കൊമേഴ്സിലേക്ക് മാറുന്നത് എന്താണേലും നിങ്ങൾക്കൊരു മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റുന്ന അങ്ങനെ അന്വേഷിച്ച് വെക്കണം. അതുപോലെ പ്രൈവറ്റ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊന്നും കിട്ടണമെന്നില്ല. പ്രൈവറ്റ് ആണെങ്കിൽ ഏതൊക്കെ കോളേജിൽ പോകാം, ആ കോഴ്സ് കിട്ടും, അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, ഇതൊക്കെ ഒരു തീരുമാനമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാതാപിതാക്കളും ആകെ ധർമ്മസങ്കടത്തിലാവും. കുട്ടികൾക്കാണെങ്കിലും അവർക്കൊരു ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇപ്പം കേന്ദ്ര നിയമ സർവകലാശാലകളുടെ പരീക്ഷയ്ക്ക്, അതായത് ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലാറ്റ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എൻട്രൻസിന്. ഇതുപോലെ തന്നെ +2 പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പല എൻട്രൻസ് പരീക്ഷകൾക്കും ക്ഷണിക്കും. പിന്നെ രണ്ടാമത് ഇതൊന്നും പരിശീലനം കൂടാതെ കിട്ടുന്ന അത്ര എളുപ്പമുള്ളതല്ല. അപ്പോൾ എന്താണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നേരത്തെ തന്നെ, അത് മാതാപിതാക്കളാണെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കളൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അപ്പോൾ അവരാണെങ്കിൽ അന്വേഷിക്കണം. അല്ലാതെ ആ +2 പരീക്ഷ കഴിയട്ടെ എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇരിക്കരുത്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇപ്പം ചില സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ, ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചില കോഴ്സിന് നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കോഴ്സാണോ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരായിരിക്കില്ല. ചിലർ മികച്ച കുട്ടികളായിരിക്കും, ചിലർ അത്രയ്ക്ക് പഠിക്കാൻ സമർത്ഥനൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരുടെ ഒരു അഭിരുചിക്കനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പല മാതാപിതാക്കളും നമ്മുടെ നാട്ടിൽ ഈ മലയാളികൾക്ക് പൊതുവെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ആൾക്കാർ പോയി വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ കോഴ്സിലേക്ക് എല്ലാ കുട്ടികളും കൂടെ പോകണ ഒരു പ്രവണത കാണാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും. പക്ഷെ നമ്മുടെ കുട്ടിക്ക് നിങ്ങളുടെ കുട്ടിക്ക് അത് പഠിക്കാനുള്ള കഴിവുണ്ടോ, അഭിരുചിയുണ്ടോ, അത് പഠിച്ച് നേടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. അതിനുള്ള കുട്ടികളുടെ ഒരു കഴിവ്, ഞാൻ വിചാരിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടിക്ക് എത്രമാത്രം പഠിക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അവൻ ഏത് വിഷയമാണ് കൂടുതൽ ഇഷ്ടം, ഏതിലാണ് ശോഭിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ കുറച്ചൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നേരത്തെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ തുടങ്ങണം. പലരും എപ്പോഴും ഇപ്പം നമ്മളെപ്പോലും പലരും +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ആ കോഴ്സ് നല്ലതാണോ, എല്ലാ കോഴ്സുകളും നല്ലതാണ്, എല്ലാ കോഴ്സുകൾക്കും അതിനൊരു മെറിറ്റും ഉണ്ടായിരിക്കും, ചിലപ്പോൾ ദോഷങ്ങളും ഉണ്ടായിരിക്കും എല്ലാത്തിനും. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ കാലേക്കൂട്ടിയൊക്കെ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ എന്ത് കോഴ്സാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെയൊക്കെ മികച്ച സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനും ഒക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കുറച്ച് പഠിച്ചു വെക്കുന്നവർക്ക് സാധിക്കും. അല്ലാതെ +2 കഴിയട്ടെ, അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിന് വന്നാൽ ഇവനും അതിന് പോകട്ടെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിന് പോയി ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് വിജയിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടി ഇന്നത്തെ പഴയൊരു കാലമല്ല, പുതിയ കുട്ടികൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ മാതാപിതാക്കളും കുട്ടികളും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്തി കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഒരു ഇത്. പിന്നെ ഒരു കുട്ടി ഒരു കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ എവിടെയൊക്കെ പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുക. അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനും കുട്ടികൾ അതിൻ്റെ എന്തൊക്കെയാണോ അതിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും അതിൻ്റെ ഗുണങ്ങളുണ്ടെങ്കിൽ അതും ഒക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
അപ്പം അങ്ങനെ ചിലരൊക്കെ അത് നന്നായി ചെയ്യുന്നവരുണ്ട്. അവരുടെ കുട്ടികൾ നല്ല സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടുകയും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ പത്രങ്ങൾ അല്ലെങ്കിൽ ഈ പത്രങ്ങൾ വരുത്തുമ്പോൾ ഈ വിദ്യാഭ്യാസ കോളങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും തന്നെ ഓരോ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്നതും എല്ലാം വരാറുണ്ട്. അതിനൊക്കെ വേണ്ടി കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും അതൊരു 10ാം ക്ലാസ്സിലൊക്കെ കുട്ടി പഠിക്കുമ്പം തന്നെ നിങ്ങൾക്കൊരു മനസ്സിലൊരു ഒന്നെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല ഇത് ഐഡിയകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും കണ്ടുവരുന്നത് 2 പേർക്കും ചിലപ്പം ഒരു തീരുമാനങ്ങളുമില്ല. എന്നാൽ ഈ കോഴ്സ് നല്ലതാണോ, ആ കോഴ്സ് നല്ലതാണോ, ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പം എങ്ങനെ ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവരും സമർത്ഥനൊന്നുമല്ലല്ലോ. അപ്പോൾ പക്ഷേ എന്ത് ലെവലിലാണെങ്കിലും ആ കുട്ടിയെ നമുക്ക് സഹായിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും അതിന് 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോഴൊക്കെ തന്നെ മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും എത്തിപ്പെടാനും ഒന്നും പറ്റില്ല. നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചിയും പഠിക്കാനുള്ള കഴിവും ഒക്കെ മനസ്സിലാക്കി വേണം തീരുമാനങ്ങൾ എടുക്കാനും അവരെ സഹായിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ വാർത്തകൾ വരാറുണ്ട്. അതൊരു +2 ആകുമ്പോഴല്ല, അവർ 10ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളത് വായിക്കുകയും ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഇങ്ങനത്തെ കോഴ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക. അതനുസരിച്ച് കുട്ടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്